മാർപ്പാപ്പയെയും അപ്പസ്തോലിക പാലസിനെയും ഹോളി സീയെയും സംരക്ഷിക്കുന്ന ചുമതലയുള്ള ഒരു ചെറിയ സായുധ സേനയാണ് പൊന്തിഫിക്കൽ സ്വിസ് ഗാർഡ് അഥവാ സ്വിസ് ഗാർഡ്. 1506 ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കീഴിൽ സ്ഥാപിതമായ സേനയാണിത്. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കം ചെന്നതുമായ സേനാ വിഭാഗവും സ്വിസ് ഗാർഡ് തന്നെയാണ്. ചരിത്രം നോക്കാം. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ പട്ടാളക്കാർ സ്വിസ്സുകൾ ആയിരുന്നു. സ്വിസ് പട്ടാളത്തിൻ്റെ പ്രശസ്തി ഏറ്റവും വർദ്ധിക്കുന്നതിന് ഇടയായത് 1473 ഹെറിക്കോർട്ട് യുദ്ധത്തിൽ ആയിരുന്നു. തുടർന്ന് സ്വിസ് ഗാർഡുകൾക്ക് യൂറോപ്പിൽ ആവശ്യക്കാർ ഏറി. ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1443 തുടങ്ങി 1513 വരെയാണ്. രണ്ടാമൻ മാർപ്പാപ്പമാരുടെ സംരക്ഷണാർത്ഥം ഒരു സ്വിസ് സൈനിക നിര വേണമെന്ന് തീരുമാനിച്ചു. 1527 ഇറ്റലിയുമായി സഖ്യത്തിലായിരുന്ന ഫ്രഞ്ച് സൈന്യം ചേരിതിരിഞ്ഞ് റോമാ നഗരം കൊള്ളയടിച്ച് ആക്രമിക്കാൻ പുറപ്പെട്ട വിവരമറിഞ്ഞ് ക്ലമൻ്റ് ഏഴാമൻ മാർപ്പാപ്പയുടെ സഹായത്തിനെത്തിയത് 176 സ്വിസ് സൈനികരായിരുന്നു. എന്നാൽ എണ്ണത്തിലും ആയുധബലത്തിലും കരുത്തരായിരുന്ന ഫ്രഞ്ച് സൈന്യം വത്തിക്കാനു വേണ്ടി പോരാടിയ സ്വിസ് സൈന്യത്തെ കീഴ്പ്പെടുത്തി. സ്വിസ് സൈന്യത്തിലെ 42 പേർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മരിച്ചു വീണു. എന്നാൽ ജീവിച്ചിരുന്ന 42 സ്വിസ് സൈനികർ പസറ്റോ ഡി ബോർഗോ എന്ന പേരിൽ അറിയപ്പെടുന്ന രഹസ്യ വഴിയിലൂടെ കാസ്റ്റിൽ ഓഫ് സാന്ത ആഞ്ചലോ എന്ന കോട്ടയിലെത്തിച്ചു ജീവൻ സംരക്ഷിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമത്തിനു ശേഷം സ്വിസ് ഗാർഡിന് വേഷത്തിലും രൂപത്തിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവരുടെ യൂണിഫോം നോക്കാം. സ്വിസ് ഗാർഡിൻ്റെ നിലവിലെ ഔദ്യോഗിക വേഷം നീലയും ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ഇടകലർന്ന വസ്ത്രമാണ്. കടും ചുവപ്പ് പൂവണിഞ്ഞ ലോഹത്തൊപ്പിയും കുന്തവും അരയിലണിയുന്ന ചെറുവാളും ഈ യൂണിഫോമിൻ്റെ ഭാഗം തന്നെയാണ്. 1914 കമാൻഡൻറ്റ് ജൂൾസ് റെപ്പോണ്ട് എന്ന കമാൻഡൻറ്റ് ആണ് ഇത്തരത്തിലുള്ള വസ്ത്രം ഡിസൈൻ ചെയ്തത്. 16-ാം നൂറ്റാണ്ടിൽ മൈക്കിളാഞ്ചലോയുടെ സ്വിസ് ഗാർഡ് ചിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് റെപ്പോണ്ട് ഈ യൂണിഫോം ഡിസൈൻ ചെയ്തത്. ഈ വസ്ത്രം കൂടാതെ സ്വിസ് ഗാർഡിന് മറ്റ് സർവീസ് യൂണിഫോമുകളും ഉണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. പേപ്പൽ സ്വിസ് സൈനികനാകാനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം. മാർപ്പാപ്പയുടെ സംരക്ഷണ സേന ആവാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. സ്വിസ് ഗാർഡ് ആവുന്ന വ്യക്തി 19 മുതൽ 30 വരെ പ്രായപരിധിയിലുള്ള സൈനികർ സ്വിസ് പൗരന്മാരും കത്തോലിക്കരുമായിരിക്കണം. ജന്മനാടായ സ്വിറ്റ്സർലൻഡിൽ സൈനിക പരിശീലനം നേടിയവരുമായിരിക്കും. വത്തിക്കാനിലെ സേവനകാലമൊക്കെയും ഇവർ അവിവാഹിതരായിരിക്കും. വിശ്വാസബോധ്യങ്ങളും സഭാസമർപ്പണവും മാർപ്പാപ്പയോടുള്ള ഭക്തിയും ഇവരുടെ സവിശേഷ ഗുണങ്ങളാണ്. റാങ്കുകളും പദവികളും നോക്കാം. 3 കമാൻഡിംഗ് ഓഫീസർമാർ, ഒരു മേജർ, വിവിധ ഉത്തരവാദിത്തങ്ങളുടെ മേധാവികൾ എന്നിവർക്ക് പുറമെ സൈനികരുടെ ആത്മീയ കാര്യങ്ങൾക്കായി മാർപ്പാപ്പ നിയോഗിക്കുന്ന ഒരു വൈദികനും ഈ സൈന്യത്തിൻ്റെ ഭാഗമാണ്. വത്തിക്കാൻ രാജ്യത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് സൈന്യത്തിൻ്റെ താവളം. വത്തിക്കാൻ തോട്ടത്തിലുള്ള വിശുദ്ധ ഡെമാഷ്യൻ്റെ ചത്വരം സൈന്യത്തിൻ്റെ അനുദിന പരേഡിനും പരിശീലനത്തിനുമായി ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ നല്ല ജിമ്മ്, കളിക്കളങ്ങൾ, സ്പോർട്സ് എന്നിവയും വത്തിക്കാൻ്റെ സൈന്യത്തിന് ലഭ്യമാണ്. സംഗീതത്തിൽ പ്രാവീണ്യവും പരിശീലനവും നേടിയിട്ടുള്ളവർ സൈന്യത്തിൻ്റെ ഔദ്യോഗിക ബാൻഡിൻ്റെ ഭാഗമായിരിക്കും. അധികാരപരിധികൾ നോക്കാം. 110 ഏക്കർ വിസ്തൃതിയുള്ള വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ വിവിധ പ്രവേശന കവാടങ്ങളുടെ സംരക്ഷണം, ചരിത്ര പ്രാധാന്യമുള്ള സിസ്റ്റൈൻ കപ്പേള, പത്രോസിൻ്റെ ബസിലിക്കയുടെ ചത്വരം, വത്തിക്കാൻ മ്യൂസിയം, തോട്ടം, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, തീർത്ഥാടകരുടെ ക്രമീകരണം എന്നിവയെല്ലാം രാപകലില്ലാതെ സ്വിസ് സൈന്യം നിർവഹിക്കുന്നു. 1929 വത്തിക്കാനും ഇറ്റലിയും തമ്മിലുണ്ടായ ലാറ്ററൻ ഉടമ്പടിക്ക് ശേഷം മാർപ്പാപ്പയുടെയും വത്തിക്കാൻ സംസ്ഥാനത്തിൻ്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നതിന് സ്വിസ് സൈനികർക്ക് ഇറ്റാലിയൻ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും സഹായവും ലഭിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെയും അപ്പസ്തോലിക കൊട്ടാരത്തിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും സംരക്ഷണ ചുമതലയുള്ള സായുധ സേനയായ സ്വിസ് ഗാർഡിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 57 വർഷങ്ങൾക്ക് ശേഷം പങ്കെടുത്ത് പത്രോസിൻ്റെ പിൻഗാമിയായ ലയോ മാർപ്പാപ്പ ചരിത്രം കുറിച്ചു.
1968 പോൾ ആറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഇതാദ്യമായാണ് സ്വിസ് ഗാർഡിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വിസ് സൈനിക വിഭാഗത്തിൽ പുതിയതായി അംഗങ്ങളായവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലയോ 14 മാർപ്പാപ്പ സംബന്ധിച്ച് സൈനികർക്ക് ആശംസകൾ നേർന്നു. റോം നഗരം ചരിത്രത്തിലൂടെയുള്ള അവിസ്മരണീയമായ ഒരു യാത്ര നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്നും എല്ലാറ്റിനുമുപരി ക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യ സാക്ഷികൾ, രക്തസാക്ഷികൾ എന്നിവരുടെയും കൂടിയാണെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. കർത്താവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ആന്തരിക ജീവിതം വളർത്തിയെടുക്കാനും ഇത് സഹായകരമാകട്ടെ എന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. താഴ്മയുള്ളവരും അനുസരണയുള്ളവരും ആയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പാഠശാലയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കുവാൻ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നവരുമാണെങ്കിലും ഒരു ഏകീകൃത ശരീരം രൂപപ്പെടുത്താനും പരസ്പരം സുഹൃബന്ധത്തിൻ്റെ ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും സൈനികർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മാർപ്പാപ്പ പറഞ്ഞു. 1506 വത്തിക്കാൻ സ്വിസ് ഗാർഡിന് രൂപം നൽകിയത്. വളരെ ചെറിയൊരു സംഘമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സൈനിക സംഘമായാണ് സ്വിസ് ഗാർഡുകൾ അറിയപ്പെടുന്നത്. ഇവരുടെ യൂണിഫോമും വളരെ പ്രശസ്തമാണ്.